ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇവരിപ്പം ഇറക്കുകയാണ്. നമ്മൾ ഓവർ സ്പീഡിൽ നമ്മളെ ക്യാമറയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഫൈനും വരും, ഒരു ഡീമെറിറ്റ് പോയിന്റ്. ഹൈവേയുടെ സൈഡിൽ ആരും നിർത്താറില്ല, നിർത്താൻ പാടില്ല. അത് 1 ലിറ്റർ പെട്രോളിന് ഒരു 1.9. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് പറയാ ഇപ്പൊ 5, 6 എന്നൊക്കെയാണ്. സാധാരണ എയർബിഎൻബിയിൽ മിക്ക സാധനങ്ങളും ഉണ്ടാവും. ലിവിംഗ് ഏരിയ ഉണ്ട്, കുറെ ഫ്ലവറിങ് ഇതും ഉണ്ട് അല്ലേ. everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് വീക്കെൻഡ് ആണ് ഇവിടെ സിഡ്നിയിൽ, അപ്പോൾ ബ്രിസ്ബനിലും. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് സിഡ്നിയുടെയും ബ്രിസ്ബന്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് നമ്മൾ കൂടുകയാണ്. ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൂടുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് സിഡ്നിയിൽ ഒരു 5.5 മണിക്കൂറുണ്ട് ട്രാവൽ. ബ്രിസ്ബനിലുള്ള റോഷ്നി ബോസും വരും, അവർക്കൊരു 4-4.5 മണിക്കൂർ ട്രാവലുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് സിഡ്നിയിൽ നിന്ന് നമ്മുടെ വേറെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ഒരു കപ്പിൾ. അവർക്ക് ഒരു ഡോഗ് ഉണ്ട്, കൊക്കോ. അങ്ങനെ നമ്മളും കോഫി ഉണ്ട് കേട്ടോ. കോഫീനെ കണ്ടു നോക്കി, കോഫി ഇവിടെ വന്നേ. അവന് വരാൻ ഇപ്പോൾ തിരക്കാ, ഭയങ്കര തിരക്കാ. അതിന്റെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മള് വണ്ടി എടുക്കുന്നതേ ഉള്ളൂ, സാധനങ്ങളൊക്കെ കയറ്റി അശ്വിന്ത ജസ്റ്റ് ഒന്ന് മോളിൽ പോയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അജണ്ട. അപ്പൊ നമ്മൾ വഴിയെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. നമുക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സിഡ്നി ബ്രിസ്ബൻ അല്ലെങ്കിൽ ബ്രിസ്ബൻ ടു സിഡ്നി നമ്മൾ ഈ റോഡ് വഴി പോകുന്നതിൻ്റെ ഒരു ട്രാവൽ വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. സെയിം വഴിയാണ്, പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടാവും. നല്ല വെതറാണ് ഇവിടെ, സ്പ്രിംഗ് ആണ് ഇപ്പോൾ. അപ്പോൾ ചൂടിൽ എത്തിയിട്ടുമില്ല, തണുപ്പ് വിടുകയും ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷെ ഇന്ന് ഇച്ചിരി കൂടുതലാണ് ചൂടെന്നൊക്കെ പറയുന്നത് കേട്ടു ഫോർകാസ്റ്റിൽ, പക്ഷെ അറിയില്ല. പക്ഷെ എന്നാലും പുറത്തിപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയപ്പോൾ നല്ല പ്ലസൻ്റ് ആണ്. അപ്പോൾ വാ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വാ. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ട്രാവലിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫുഡ് ഐറ്റംസും കോഫിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വൂളീസിലോട്ട് വന്നു. വൂളീസ് എന്ന് പറഞ്ഞാൽ വൂൾവേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ മേജർ സൂപ്പർ മാർക്കറ്റ്സ് ആണ്. അപ്പോൾ അവിടെ വന്ന് സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു. ഇനി നമുക്ക് ബില്ല് പേ ചെയ്യണം. ഇവിടെ മിക്കതും ഒരു സെൽഫ് സർവീസ് കൗണ്ടേഴ്സ് ആണ്, അല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്തു തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ നമ്മൾ ഇനിയാണ് ശരിക്കും യാത്ര തുടരാൻ പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോഫി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമായിരുന്നു. അല്ലേടാ കോഫി? എവിടെ പോവാ? ഉറക്കം വന്നിട്ട് വയ്യ. നമ്മൾ പോകുന്ന ഈ ഒരു എയർബിഎൻബി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും ഒരു 7 മണിക്കൂറാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് റെസ്റ്റ് ഏരിയയിലോട്ടൊന്ന് നിർത്തുകയാണ്, ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റ് ഏരിയയിലോട്ട് കയറിയ കോഫിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആങ്സൈറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറകിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് അവനെ കൊണ്ടുവന്നു. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് അവൻ്റെ ആങ്സൈറ്റി, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അടച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് ഫുഡ് കൊടുക്കാം, അപ്പോൾ കുറച്ച് ബെറ്റർ ആവും. എന്നിട്ട് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ വന്നതാ, ഒരു റിവറിൻ്റെ സൈഡിലുള്ള ഒരു റെസ്റ്റ് ഏരിയ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. അപ്പോൾ കണ്ടില്ലേ റെസ്റ്റ് ഏരിയ ഒക്കെ ഫുള്ളാണ്. അപ്പോൾ നമ്മളൊന്ന് പാർക്കിംഗ് കിട്ടാൻ വേണ്ടി നോക്കുന്നത്. ഇവിടെ കുറേ പേര് ഉണ്ടോ, ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു റിവറിൻ്റെ സൈഡിലാണ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈവേയുടെ സൈഡിൽ നമുക്ക് ഒന്നൊരു ബ്രേക്ക് എടുക്കാനായിട്ട്, ട്രാവൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് റെസ്റ്റ് ഏരിയ. അപ്പോൾ അവിടെ യൂഷ്വലി ടോയ്ലറ്റ്സ് ഉണ്ടാവും, കാറ് പാർക്ക് ചെയ്യാം. പിന്നെ യൂഷ്വലി ഇപ്പോൾ രാത്രി ഒക്കെ ആണെങ്കിൽ ആൾക്കാർ ഇവിടെ കൊണ്ടുപോയിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങും. ഹൈവേയിലല്ല, ഹൈവേന്ന് കുറച്ച് മാറിയിട്ട് മേ ബി ഒരു 500 മീറ്റർ ഒന്ന് അകത്തോട്ട് മാറിയിട്ടുള്ള സ്ഥലത്തായിരിക്കും റെസ്റ്റ് ഏരിയ. ഈ ഒരു റെസ്റ്റ് ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റ് ഏരിയ ആണ്. കാരണം ഇതിൻ്റെ അടുത്ത് റിവർ ഉണ്ട്, കണ്ടില്ലേ. നല്ല രസമുള്ള റെസ്റ്റ് ഏരിയ ആണ്. നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാൽ നമുക്കൊന്ന് ജസ്റ്റ് ഇവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇടാം. ഇപ്പോൾ റെസ്റ്റ് ഏരിയയുടെ പുറത്തൊക്കെയാണ് ആൾക്കാർ വണ്ടി ഇടുന്നത്, കണ്ടില്ലേ. വഴിനീളെ വണ്ടിയാണ്, കാരണം അകത്ത് അത്രയും തിരക്കാണിപ്പോൾ. നമുക്കിവിടെ ഇടാം തൽക്കാലം. നമ്മളിപ്പോൾ കോഫീനെ ഇറക്കി, കോഫിയും മിഷനും കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. ഞാനിവിടെ അവൻ്റെ ഫുഡ്
നമ്മൾ ക്രേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫുഡൊന്ന് ട്രാവലിന് വേണ്ടി മാത്രം നമ്മൾ ഈ വെറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഡ്രൈ ഫുഡ് കഴിച്ചോളും. ട്രാവലിന് ഇങ്ങനത്തെ വെറ്റ് ഫുഡ് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് ഇതിനകത്തോട്ടിടണം. പഫി ഫുഡ് കഴിക്കാം. സാധാരണ ചേട്ടന് കഴിക്കാൻ മടിയാണ്, ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഈ വെറ്റ് ഫുഡ് കൊടുക്കുന്നത്. കുറച്ച് നക്കിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. വണ്ടി അങ്ങോട്ട് വരുന്നു പോകുന്നു, അവൻ്റെ പുതിയ സ്ഥലം. അപ്പം അതുകൊണ്ട് അവനെ കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പം. കഴിക്കുന്നുണ്ട് ഇച്ചിരി. പക്ഷേ പുതിയ സ്ഥലമായതുകൊണ്ടേ അവന് പല സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കാനായിട്ട് വലിയ ഇൻസ്പെക്ഷൻ്റെ ആളാണ്. സ്ഥലം എക്സ്പ്ലോറും ചെയ്യണം, ഭക്ഷണവും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ എങ്ങനെയല്ലേ കോഫി? കണ്ടേ ലോങ് വീക്കെൻഡ് ആകുമ്പോൾ ഇവിടെ എല്ലാവരും കണ്ടേ ഇപ്പം ഇങ്ങനത്തെ ഇത് ജെറ്റ്സ്കി എന്താ അങ്ങനെ എന്താ പറയുന്നത്? പക്ഷേ ഇത് ജെറ്റ്സ്കി അല്ലേ? ജെറ്റ്സ്കി ഒക്കെ ആയിട്ട് പിന്നെ അത് കണ്ടോ ബോട്ട്സ് ഒക്കെ കുറേ പേർക്ക് ഇവിടെ ബോട്ട്സ് ഒക്കെ ഉണ്ടാവുമേ. അപ്പോൾ അത് വേറെ ട്രക്കിൻ്റെ അല്ലെങ്കിൽ യൂട്ടിൻ്റെ പുറകിൽ വെച്ച് അവർ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇവരെവിടെയെങ്കിലൊക്കെ പോയിട്ട് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതായിരിക്കും 3-4 ദിവസത്തേക്ക്. ഇപ്പോൾ ഇവിടെ ലോങ് വീക്കെൻഡ് ആയ ഇതൊരു സ്ഥിരം സീനാണ്. കണ്ടു ഇപ്പോൾ അവിടെ തന്നെ കണ്ടില്ല എത്ര പേരുടെ ബോട്ട് ഉണ്ട്. അത് അവരുടെ യൂട്ടിൽ പുറകിൽ കണക്ട് ചെയ്ത് ആണ് കൊണ്ടുപോകാറ്. അത് ഭയങ്കര രസമുള്ള പരിപാടി കേട്ടോ. ഇവർ ഇതിൻ്റെ പുറകിലോട്ട് ഇത് ഡോക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിവർ ഉണ്ടല്ലോ, ഇവിടെ ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതും കൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. അവരുടെ യൂട്ട് നേരെ പുറകോട്ട് ആക്കിയിട്ട് വെള്ളത്തിൻ്റെ അങ്ങോട്ടാക്കിയിട്ട് അവിടുന്ന് അത് ഡിറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് ഈ സാധനം വെള്ളത്തിൽ ഇറക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ബോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റിവേഴ്സിൽ വരുന്നത്. ആ പാപ്പൻ്റെ വണ്ടി വന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവരിപ്പം അങ്ങ് ഇറക്കുകയാണ്. അതുപോലെ ഇറക്കിയ ഒരു ബോട്ടാണ് ഇതാ പോകുന്നത്. കണ്ടോ 2-3 സ്ലോട്ടുണ്ട്. ഇവിടെ വേറൊരാൾ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇറക്കിയ ഇത് കണ്ടോ ജെറ്റ്സ്കി അവർ ഡിറ്റാച്ച് ചെയ്തു, എന്നിട്ട് അവർ പോവാണ്. ഇതെല്ലാം പ്രൈവറ്റ് ഓൺഡ് ബോട്ട്സ് ആണേ. ഇവരുടെ ഒരു ലക്ഷ ട്രിപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ തന്നെയാണ്, അല്ലാണ്ട് ഇത് പബ്ലിക്കിനോ അങ്ങനെയുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ഈ ബോട്ട് ഒത്തിരി പേരുടെ ഉണ്ടാവും. കൂടുതൽ റിട്ടയറീസ് ഡേയിലാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും എല്ലാവരുടെയും നേരം കുറേ പേരുടെ ഉണ്ട് കേട്ടോ. അത് ഈ ലോങ് വീക്കെൻഡൊക്കെ ആകുമ്പോഴാണ് ഇതെല്ലാം റോഡിൽ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ റെസ്റ്റ് ഏരിയയിൽ ഉണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് അവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ആയിരിക്കും. ശരിക്കും റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ, അതാണ് റെസ്റ്റ് ഏരിയ. അല്ലെങ്കിൽ നമ്മൾ ഹൈവേയുടെ സൈഡിലൊന്നും അങ്ങനെ നിർത്തി അതത്ര സേഫ് അല്ല. പിന്നെ ഇവിടെ എല്ലാം ഭയങ്കര ഹൈ സ്പീഡ് ഹൈവേസ് ഒക്കെ ആയതുകൊണ്ട് ഹൈവേയുടെ സൈഡിൽ ആരും നിർത്താൻ പാടില്ല. അത് ഇല്ലീഗലാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്റ്റ് ഏരിയ എപ്പോഴും ഉണ്ടാവും ഇവിടെ. എനിക്ക് തോന്നുന്നൊരു 500 അല്ല, മേ ബി ഒരു 5-10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. എനിക്ക് എക്സാക്ട് അറിയില്ല എത്ര ഫ്രീക്വൻസിയിലാണ് ഉണ്ടാകുന്നത്, എക്സാക്ട് അറിയില്ല. പക്ഷെ എന്നാലും അധികം താമസിക്കാറില്ല കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കൂടുമ്പോൾ ഓരോ റെസ്റ്റ് ഏരിയാസ് ഉണ്ടാവാറുണ്ട്. അത്രയും എക്സാക്ട് എത്ര കിലോമീറ്റേഴ്സിലാണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് എക്സാക്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവിടെ വന്നിട്ടാണ് നമുക്ക് ബ്രേക്ക് എടുക്കണമെങ്കിലോ ഉറങ്ങണമെങ്കിലോ ടോയ്ലറ്റിൽ പോകണമെങ്കിലോ ഒക്കെ. പിന്നെ ഈ റെസ്റ്റ് ഏരിയസ് ഇതിപ്പോൾ ഇങ്ങനത്തെ റെസ്റ്റ് ഏരിയ ഉണ്ട്. അല്ലാണ്ട് പെട്രോൾ പമ്പും കൂടെ ഉള്ളതാണെങ്കിൽ അതിന് സർവീസ് സെൻറ്റേഴ്സ് എന്നാണ് പറയാം. പെട്രോൾ പമ്പും ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു ഈട്ടറിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ സർവീസ് സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് റെസ്റ്റ് ചെയ്യാം, അവിടെയും നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അങ്ങനെ ഇത് ബോട്ട് ഇങ്ങോട്ട് വണ്ടിയിലോട്ട് കയറ്റുന്നതാണ് ഇത്. അങ്ങനെ എല്ലാവരും നല്ല തിരക്കിലാണ് ഇവിടെ. ലോങ് വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ പൊതുവേ എല്ലാവരും കുറച്ചും കൂടെ ഔട്ട്ഡോഴ്സിയാണ്. എവിടെയെങ്കിലൊക്കെ പുറത്തേക്ക് എവിടെയെങ്കിലും സ്റ്റേക്ക് പോവുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റി, സൈക്ലിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടെ ഔട്ട്ഡോഴ്സിയാണ് ഇവിടെ ഉള്ള ആൾക്കാർ. അപ്പോൾ ഇനിയൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെയും നമ്മുടെ യാത്ര തുടരാം. പോവാം കോഫി, പോവാം. ഓക്കെ, ഇതാണ് ഇവരുടെ പെറ്റ് ബോട്ടിൽ. അപ്പോൾ ട്രാവലിന് വേണ്ടിയിട്ട് ഇതിലാണ് കൊടുക്കുന്നത്. തരം ഇത് ഇതിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഇതിനകത്താണ് ഇത് കുടിക്കാറ് ട്രാവൽ ചെയ്യുമ്പോൾ. ഇതിനകത്ത് കുടിക്കുന്നത് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ബോളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ട്രാവലിൽ കുടിക്കില്ല. ഇതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. ചില സമയത്തൊക്കെ വീട്ടിലാണെങ്കിലും ഇത് ഞാൻ ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ ഇതിന് വന്ന് കുടിക്കും. മറ്റേ ബോളിൽ നിന്ന് കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതിനാ. ഫാൻസി കുടിക്കുന്നത്. മതിയോ നിനക്ക്? ഈ ബോട്ടിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വെള്ളം ഇതിന്റെ അകത്തോട്ട് തന്നെ പോകും. എന്നിട്ട് പിന്നെ ഈ ബട്ടൺ മുകളിലോട്ട് കഴിഞ്ഞാൽ ഇത് ലോക്കായി. പിന്നെ ഇതിന് വെള്ളം വരില്ല. അതാണ് ഇതിന്റെ പരിപാടി. അതുകൊണ്ടാണ് ഇത് ട്രാവൽ സേഫ് ആയിട്ടുള്ളത്. കോഫിക്ക് എന്തൊക്കെ സാധനമല്ലേ കോഫി. നമ്മളിങ്ങനെ ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇടയ്ക്ക് പിടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രിക്കാണ്. ഡബിൾ എക്സ്പ്രസ്സോ, ഡേറിന്റെ ഡബിൾ എക്സ്പ്രസ്സോ. ഇതിനകത്ത് ഷുഗർ കോണ്ടന്റ് കുറച്ചുണ്ട്, അധികമില്ല, എന്നാലും ഉണ്ട്. പക്ഷെ ഒരു കോൾഡ് കോഫി കുടിക്കുന്ന ഒരു ഇതല്ലേ, അങ്ങനെയല്ലേ? കോൾഡ് കോഫിയാണ്, കഫീൻ ഉണ്ട്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് വിശക്കുകയില്ല, നല്ല ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. ഞാൻ കോഫി അധികം കുടിക്കുന്ന ഒരാളല്ല, വല്ലപ്പോഴൊക്കെ കുടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ മേടിക്കാറുള്ളൂ. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്, അത് കുടിച്ചോണ്ടിരിക്കുന്നു. അതെ, ഇതിപ്പോ ഡബിൾ ആണ്, ട്രിപ്പിൾ ഉണ്ട്. ഇതില്ലേ മോക്ക, ഷുഗർ ഇല്ലാത്തതുണ്ട്. അതിനകത്തുണ്ട് ഷുഗർ ഉണ്ട് ഇച്ചിരി. ഞാൻ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതുണ്ട്, ഇന്ന് കൊണ്ട് ലാക്ടോസ് ഫ്രീ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ലാക്ടോസ് ഉണ്ട്. ഞാൻ ആദ്യം ലാക്ടോസ് ഫ്രീ ആണ് എടുത്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലാക്ടോസ് ഉള്ളത് ഞാൻ. പിന്നെ ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഈ ജങ്ക് മേടിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്ലൂബെറി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച റെസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പെട്രോൾ പമ്പിന്റെ കൂടെ നമുക്ക് ഒരു ഏരിയ ഉണ്ടാവും, നമുക്ക് റെസ്റ്റ് എടുക്കാനും പെട്രോൾ നിറയ്ക്കാനും പിന്നെ എന്തെങ്കിലും ഈട്ടറി ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, വലിയ പെട്രോൾ പമ്പാണ്. അവിടെ ഭയങ്കര തിരക്ക്. ഇവിടെ നമ്മൾ സ്ഥിരം നിർത്തുന്ന ഒരു സ്ഥലം കണ്ടില്ലേ, ഇവിടെ ഉണ്ട് ക്യൂ കേട്ടോ. ഇന്ന് തിരക്ക് കൂടുതലായതുകൊണ്ട് ഇവിടെ പൊട്ടപ്പ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് എപ്പോഴും വാഷും അകത്താണല്ലോ, പുറത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ പൊട്ടപ്പ് എന്നാണ് പറയുന്നത്. പോർട്ടബിൾ ടോയ്ലറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. തിരക്ക് കൂടുതലായുണ്ട്, കാരണം ലോങ് വീക്കെൻഡ് അല്ലേ. കണ്ടില്ല, ഇവിടെ ഫുള്ള് ക്യൂ ആണ്. ഇതെല്ലാം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആണ്. അവളിപ്പോൾ ഇവിടെ നിർത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കോഫിയുടെ ഈ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹാമൊക്കെ ഇട്ടിട്ടുണ്ടത്. അത് കൂടാണ്ട് നമുക്കൊരു കേർട്ടൻ പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പം എല്ലാ ഭാഗത്തു നിന്നും കവർ ചെയ്യുന്ന പോലെ. അപ്പം ഫുൾ ഇരുട്ടാണെങ്കിൽ അവന് കുറച്ചും കൂടെ ആങ്സൈറ്റി കുറയും, എന്നിട്ട് കിടന്നുറങ്ങും. ഇവൻ ഓക്കെയാണ്, ഇവൻ ഇതേപോലെ 12-13 hours ഒക്കെ ഇവൻ ട്രാവൽ ചെയ്യുന്നതാണ്. പക്ഷെ ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ട്, അത് നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഇങ്ങനെ ഇവനെ കൊണ്ട് എപ്പോഴും ട്രാവൽ ചെയ്യാറില്ലല്ലോ. പക്ഷെ ഈ ഒരു കേട്ടം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് പെട്രോൾ മേടിക്കാനുണ്ട്. ഇവിടെ നേരത്തെ കാണിച്ച പോലെ ഇത് കണ്ടില്ലേ, കാരവൻസും ഒത്തിരി ഉണ്ടാവും കേട്ടോ ഈ സമയത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാരവൻ ഒരു കൾച്ചറും ഇവിടെ ഉണ്ട്. ആൾക്കാർ കാരവൻസ് അവരുടെ വണ്ടിയുടെ പുറകിൽ ടോ ചെയ്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലൊക്കെ ക്യാമ്പ് ചെയ്യും. അപ്പോൾ പുറത്ത് ടെൻറ്റിൽ ക്യാമ്പ് ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ കാണുന്ന ഈ ബ്ലാക്ക് കാറിൻ്റെ പുറകിൽ അതൊരു വലിയൊരു കാരവനാണ്. അപ്പോൾ അതിനകത്ത് താമസിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതൊക്കെ ഈ ലോങ് വീക്കെൻഡിൽ സ്ഥിരം കാണുന്ന ഒരു പരിപാടികളാണ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ തന്നെയാണ് പെട്രോൾ അടിക്കേണ്ടത്. പെട്രോൾ ഡീസൽ നമ്മൾ തന്നെ അടിക്കണം. എന്നിട്ട് കാറ് ഇതാ ഇവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യേണ്ടത് അവിടെയുള്ള കൗണ്ടറിലാണ് നമ്മൾ ബില്ല് പേ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ബില്ല് പേ ചെയ്യുന്നവരെ നമുക്ക് കാറ് ഇവിടെ ഇടാം, കുഴപ്പമില്ല. ആരോ എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഇവിടെ ഇങ്ങനെ ഇടുമ്പോൾ പുറകിൽ ക്യൂവിൽ വേറെ വണ്ടികൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യും. കാരണം ഒത്തിരി നേരമൊക്കെ നമ്മൾ വേറെ ഇപ്പം ബില്ല് പേ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫുഡ് മേടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കും എന്നാണെങ്കിൽ കാറ് ഇവിടുന്ന് മാറ്റിയിട്ട് അവിടെ നമുക്ക് വേറെ സ്ഥലമുണ്ട് ഇടാനായിട്ട്. അപ്പം അങ്ങോട്ട് മാറ്റി നിർത്താം. അല്ല ജസ്റ്റ് പോയി പേ ചെയ്തിട്ട് വരാനാണെങ്കിൽ കാർ ഇവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ട് അവിടെ പോയിട്ട് പേ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം അതുവരെ പുറകിൽ വേറെ കാറുണ്ടെങ്കിലും അവർ വെയിറ്റ് ചെയ്തോളും.
ഇവിടുത്തെ ഇവിടെ ആൾക്കാർക്കൊക്കെ കുറച്ച് പേഷ്യൻസ് കൂടുതലുണ്ട്. എന്താണ് കോഫി, നിനക്ക് അവിടെ പേഷ്യൻസ് ഇല്ലാത്ത? നമുക്ക് ഇവന്റെ ആ കേർട്ടൻസ് ഇടാം. ഇതാണ്, ഇതിങ്ങനെ ഒരു ക്ലിപ്പ് ഓൺ ആണ്. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കും, ഈ കേർട്ടൺ. അപ്പൊ ഇതുണ്ട, ഇതിവിടെ ഒരു ക്ലിപ്പ്. അപ്പൊ ഇതാണ് ആ കേർട്ടൺ, നേരത്തെ പറഞ്ഞ കേർട്ടൺ. ഇവിടെ രണ്ട് ഭാഗത്തും ഫിറ്റ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഫ്രണ്ടിലോട്ട് അവന് വീട്ടില്ല. ജനലും അതെ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആവില്ല, പക്ഷെ എന്നാലും അവനൊരു ചെറിയൊരു ബ്ലോക്ക് കിട്ടും. അവനിവിടെ കിടന്ന് ഉറങ്ങേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം അവൻ. ഇവിടെ ഫുള്ള് കാഴ്ച കാണില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട്. ഇതാ കോഫി കിടന്നുറങ്ങിക്കോ. എനിക്ക് കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നു ഇവിടെ. അപ്പോൾ ഇത് കണ്ടു. ഇപ്പോൾ കോഫി കേട്ടനും കൂടി ഇട്ടപ്പോഴത്തേനും ഫുള്ളി സീൽഡ് ആയിട്ടുണ്ട്. ഇനി അവൻ കുറച്ചൊന്ന് ഒതുങ്ങേണ്ടതാണ്. ഇവിടെ കോഫിക്ക് കേട്ടൻ ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ കേട്ടൻ ഇട്ട് കൊടുത്ത് ഇനി ഇപ്പൊ വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ചെറുക്കൻ കണ്ടോ കേട്ടന്റെ ഇടയിൽ കൂടെ. ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും പോയിട്ടോ, അല്ലെങ്കിൽ കേട്ടിന്റെ ഇടയിൽ കൂടെ പോയി നോക്കിയിട്ട് പുറത്തെ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുക. കാഴ്ച കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടൻ ഇട്ടത്. അപ്പൊ ഇനി അവൻ ഉറങ്ങേണ്ടതാണ്. വലിയ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതുകൊണ്ട് ഉറങ്ങേണ്ടതാണ്. നോക്കാം. ഇപ്പൊ വെയില് തുടങ്ങിട്ടോ. നല്ല ക്ലൈമറ്റ് ആണ്. ഒത്തിരി ചൂടില്ല, ഒത്തിരി തണുപ്പില്ല, അങ്ങനെ ഒരു സ്പ്രിംഗ് ആണല്ലോ. ഇപ്പൊ വെയിലിന്റെ ചൂടുണ്ട്, പക്ഷെ പുറത്തിറങ്ങി നിന്ന് ഇത്രയും ചൂടില്ല, പക്ഷെ വെയിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ലോങ് വീക്കെൻഡിലൊക്കെ സാധാരണ ഇവിടെ ആൾക്കാർ കൂടുതൽ ട്രാവൽ ചെയ്യുമല്ലോ. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ ഡബിൾ ഡീമെറിറ്റ് പോയിന്റ്സ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇവിടെ ഡീമെറിറ്റ് പോയിന്റ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓവർ സ്പീഡിൽ നമ്മളെ ക്യാമറയിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഫൈനും വരും. ഒരു ഡീമെറിറ്റ് പോയിന്റ് ഒന്നാണോ ഒന്നോ രണ്ടോ പോയിന്റ്സ് ഡീമെറിറ്റ് പോയിന്റ് നമുക്ക് കിട്ടും. അപ്പൊ എന്താ ഈ ഡീമെറിറ്റ് പോയിന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 13 ഡീമെറിറ്റ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ നമ്മൾ റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 13 ഡീമെറിറ്റ് പോയിന്റ് ഒരു വർഷത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഇന്ന് ഈ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ ഡബിൾ ഡീമെറിറ്റ് പോയിന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ഡീമെറിറ്റ് പോയിന്റ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ഓവർ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഡീമെറിറ്റ് പോയിന്റ് കിട്ടും. അപ്പൊ നമ്മൾ 2 വട്ടമൊക്കെ ഓവർ സ്പീഡ് ചെയ്ത് നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 8 ഡീമെറിറ്റ് പോയിന്റ് കിട്ടും. അപ്പൊ പെട്ടെന്ന് നമ്മളൊരു ഒരു 5-6 മണിക്കൂറിന്റെ ഡ്രൈവിൽ കുറച്ച് അധികം നമ്മൾ റൂൾസ് വയലേറ്റ് ചെയ്തത് നമുക്ക് ഒരു ട്രിപ്പ് മതി 13 പോയിന്റ് എത്തിക്കാനായിട്ട്. അപ്പൊ അതാണ് ഈ ഡീമെറിറ്റ് പോയിന്റിന്റെ കഥ. അപ്പൊ ശരിയാ, അശ്വിന്റെ ഒരു ഫ്രണ്ടിന്റെ പുള്ളി ഡ്രൈവ് ചെയ്യുമ്പം പുള്ളി ഫോൺ യൂസ് ചെയ്തു, പിന്നെ ഓവർ സ്പീഡ് ചെയ്തു. ഓവർ സ്പീഡ് ഒത്തിരി കൂടുതൽ ഓവർ സ്പീഡ് ചെയ്തു. പിന്നെ കുറച്ച് പഴയ ഏതാണ്ട് പോയിന്റ്സ് കിടപ്പുണ്ടായിരുന്നു, ഡിമെറിറ്റ് പോയിന്റ്സ് എല്ലാം കൂടെ ക്ലബ് ചെയ്തപ്പോഴേക്കും പുള്ളിയുടെ ഡിമെറിറ്റ് പോയിന്റ്സ് 13 കൂടുതലായി. എന്നിട്ട് സസ്പെൻഡ് ആയല്ലേ ലൈസൻസ് പോയി 1 വർഷം. പിന്നെ ടെസ്റ്റ് ഒക്കെ വീണ്ടും ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, 1 വർഷം വെയിറ്റ് ചെയ്യണം. ഡ്രൈവേഴ്സ് ലൈസൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തോ പുതിയ വണ്ടി വാങ്ങിച്ചതേ ഉള്ളായിരുന്നു ആ സമയത്ത്. പിന്നെ 1 വർഷം ഇൻഷുറൻസ് അടച്ചു, വണ്ടി എടുക്കാനും പറ്റില്ല. എന്നിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടും ഊബറും എല്ലാം ഫുള്ള് നഷ്ടമായിരുന്നു. ഡബിൾ ഡീമെറിറ്റ് എസ്പെഷ്യലി ശ്രദ്ധിക്കണം. അതെ, അതാ പറഞ്ഞ. അപ്പൊ ഒരു ട്രിപ്പ് മതി, വെറും ഒരു 4-5 മണിക്കൂർ പോട്ടെ, ഒരു 8 മണിക്കൂറിന്റെ ഒക്കെ മതി, ഒരു ട്രിപ്പ് മതി നമുക്ക് ഈസിലി 13 ഡീമെറിറ്റ് പോയിന്റ് ഉണ്ടാക്കാനായിട്ട്. അതോടെ കഥ കഴിയും. അതാണ് ഡീമെറിറ്റ് പോയിന്റിന്റെ കഥ. അപ്പൊ ഡീമെറിറ്റ് പോയിന്റ് നമുക്ക് ഫോൺ യൂസ് ചെയ്താൽ കിട്ടും, ഓവർ സ്പീഡ് ചെയ്താൽ കിട്ടും, റോങ് ആയിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ കിട്ടും, പാർക്കിംഗ് ടിക്കറ്റ് ഇല്ലാണ്ട് പാർക്ക് ചെയ്താൽ കിട്ടും. അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. എസ്പെഷ്യലി ഹൈവേസിൽ നമുക്ക് കൂടുതൽ ഡീമെറിറ്റ് പോയിന്റ്സ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ സ്പീഡ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ യൂസേജ്, പ്രത്യേകിച്ച് ക്യാമറ ഒക്കെ ഉള്ള സ്ഥലത്ത് സീ ബെൽറ്റ്, അതിനൊക്കെയാണ് ഹൈവേയിൽ വരുന്നത്. കാരണം ഹൈവേയിൽ അധികം പാർക്ക് ചെയ്യുന്നില്ല. അല്ലാണ്ട് നമ്മൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പാർക്കിങ്ങിലും ചില പാർക്കിങ്ങിലൊന്നും നമുക്ക് ഡീമെറിറ്റ് പോയിന്റ് കിട്ടിയെന്നില്ല, ഫൈനായിരിക്കും. അത് നമ്മള് വയലേറ്റ് ചെയ്ത് റൂളിന്റെ ഒരു കനം അനുസരിച്ചിരിക്കും നമുക്കുള്ള ശിക്ഷ. അങ്ങനെ
യൂഷ്വലി NSW ക്വീൻസിലൊക്കെ ഡബിൾ ഡിമെറിറ്റ് പോയിന്റ്സ് ആണ് ലോങ് വീക്കെൻഡ് ഒക്കെ ഉണ്ടാവുക. പക്ഷേ കാൻബറ വേറൊരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ പാർലമെന്റ് ഒക്കെ ഇരിക്കുന്ന കാൻബറയിലാണ്. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ കാൻബറയാണ്. അപ്പൊ അവിടെ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടായിരിക്കാം അവിടെ ലോങ് വീക്കെൻഡിലൊക്കെ ചിലപ്പോ ഒക്കെ ട്രിപ്പിൾ ഡിമെറിറ്റ് പോയിന്റ്സ് ആണ്. അപ്പൊ അടിപൊളിയാണ്. 2 ഡിമെറിറ്റ് പോയിന്റ് കിട്ടുന്നിടത്ത് നമുക്ക് 6 ഡിമെറിറ്റ് പോയിന്റ് കിട്ടും. ഒരെണ്ണം കിട്ടുന്നത് 3 കിട്ടും. അപ്പൊ അവിടെയൊക്കെ കാൻബറയിലൊക്കെ എന്തെങ്കിലുമൊക്കെ റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 13 നേരത്തെ പറഞ്ഞ 13 പോയിന്റ് പെട്ടെന്ന് എത്തുന്നല്ല. അത് വേണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് റൂള് വയലേറ്റ് ചെയ്ത് നമുക്ക് 13 പോയിന്റ് എത്തിക്കാൻ പറ്റും. അപ്പൊ അതാണ്, അങ്ങനെയാണ് ഇവിടെ കൂടുതലും ഇവിടുത്തെ ഒരു റൂൾസ് വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, ഫൈൻ സിസ്റ്റം ഇതാണ്. ഫൈനും അതേപോലെ കുറച്ച് നല്ല കൂടുതലാട്ടോ. നമുക്ക് ഒരു വട്ടം സിറ്റിയിൽ എവിടെയോ നമ്മൾ ഇച്ചിരി ഒരു 60 പൗണ്ട് റൂട്ടില് ഒരു 69 65 അങ്ങനെ എന്തോ ചെറുതല്ല 60 ബ്രിസ്ബനില് 60 പൗണ്ട് റൂട്ടില് 69 എങ്ങാണ്ടോ നമുക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് $100 കേട്ടോ. എത്രയായിരുന്നു? നമ്മൾ 67 പോയത് 60 റോഡിൽ 67 പോയത് ഫൈൻ കിട്ടി. 10% ഒരു ഇതുണ്ട്, ഒരു ബഫർ ഉണ്ട്. 66 വരെ ഓക്കെ ആയിരുന്നു. 67 പോയത് ഫൈൻ വന്നു. അന്നാണ് നമ്മൾ ബേസിലേക്ക് മാറിയത്. അതെ. അപ്പൊ അതെ ബേസ് ആണെങ്കിൽ അപ്പൊ അന്ന് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു $100 $120 എങ്ങോട്ടോ നമുക്ക് ഫൈൻ അടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബേസിലോട്ട് മാറിയത്. ഇതാണ് ബേസ്. ബേസിന്റെ ഗുണം എന്താണ്? ഇതില് നമുക്ക് സ്പീഡ് ക്യാമറാസ് ഇതിൽ തന്നെ കാണാം. പിന്നെ റോഡിൽ എന്തെങ്കിലും ഹസാർഡ് ഉണ്ടെങ്കിൽ അത് പറയും. പിന്നെ സ്പീഡ് ബംസ് അങ്ങനെ എല്ലാ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോലീസ് ഇതൊക്കെ കാണിക്കും. ചെക്ക് പോയിന്റ്സ് അതെല്ലാം കാണിക്കും. അത് കമ്മ്യൂണിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന. അപ്പം ഈ വേസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെല്ലാം റിപ്പോർട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ബട്ടൺ ഞെക്കിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഹസാർഡ് എന്തെങ്കിലും ഇതുണ്ടായാലും പോലീസ് ആണോ, ട്രാഫിക് ആണോ, ക്രാഷ് ആണോ, നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഫോഗ് ഉണ്ടെങ്കിൽ പോലും കാണാം. ചില ദിവസങ്ങളിൽ ഇപ്പം ഇവിടെ ഫോഗ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഫോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് എഴുതി വരും. നമുക്ക് കുറച്ച് സൂക്ഷിച്ചു ഓടിക്കാൻ പറ്റും. അതുപോലെ സ്പീഡ് ക്യാമറാസ് വരുമ്പം തെറ്റാണെന്ന് വെച്ചാൽ ഇവര് തന്നെ പറയും. സ്പീഡ് ക്യാമറയ്ക്ക് മുമ്പേ അവർ തന്നെ നോട്ടീസ് വെക്കുന്നുണ്ട്, ഈ സ്പീഡ് ഇസ് ബീങ് ചെക്ക്ഡ് വന്നിട്ട്. എത്രയോ ഒരു മീറ്ററിന് മുന്നേ സ്പീഡ് ക്യാമറയ്ക്ക് റൂളാണ് ഇവിടുത്തെ റൂളാണ്. പറഞ്ഞിട്ട് അങ്ങനെ ഒരു 2 ബോർഡ് ഓൾറെഡി ഉണ്ടാവും. അടുത്ത സ്പീഡ് ക്യാമറ വരാൻ പോകുന്നു ഇവര് തന്നെ ബോർഡ് വെക്കാറുണ്ട്. അത് ഇവിടുത്തെ റൂളാണ്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് സ്പീഡ് കാറില്ല. പക്ഷേ ഇത് പ്രശ്നം വരുന്ന നമ്മൾ സ്ലോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആ ഇറക്കത്തിൽ സ്പീഡ് ക്യാമറ ഉണ്ടാവും. അപ്പൊ നമ്മൾ വണ്ടി സ്പീഡ് കുറയ്ക്കുന്നതിന് മുന്നേ തന്നെ അത് പിടിക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മള് കുറച്ചുകൂടെ കോഷ്യസ് ആവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഇവിടെ ഇതിനകത്തും നമുക്ക് സ്പീഡ് ക്യാമറാസ്, മൊബൈൽ ക്യാമറാസ് ഒക്കെ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വരുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ തന്നെ ഇതെന്താ ഞാനിങ്ങനെ 120 അറിയാതെ ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 110 ആണ് നമ്മുടെ ഈ വഴിയിലെ ഈ ഹൈവേയിലെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 110 ആണ്. ഇപ്പൊ നമ്മൾ 112ലാണ് പോകുന്നത്. അത് കുഴപ്പമില്ല. 10% വരെ ഓക്കെ. അപ്പം 110 റോഡിൽ 115 120 വരെ പോയാലും വലിയ കുഴപ്പമില്ല. പക്ഷെ 120 മുകളിൽ പോയാലും ഫോർ ഷുവർ ഫൈൻ കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് ലിമിറ്റ് 5% നമ്മൾ എക്സീഡ് ചെയ്താല് ഒരു ഓഡിബിൾ ഒരു അലാം കേൾക്കും, ഒരു അലേർട്ട് വെക്കാൻ പറ്റും. നമ്മളിപ്പോ എത്രയില്ല സെറ്റ് ചെയ്തിരിക്കുന്നത്? 5%. 115 പോയാല് ആ അലേർട്ട് അടിക്കും. ഇതിൽ കാണുകയും ചെയ്യും ഇങ്ങനെ റെഡ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കും, നമ്മൾ സേഫ് ആയിട്ടിരിക്കും, ഫൈനും അടിക്കില്ല. ഇപ്പൊ നോക്കി ആ അലേർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാരണം ഇപ്പൊ നമ്മൾ കറക്റ്റ് സ്പീഡിലാണ് പോകുന്നത്. 110 റോഡില് നമ്മള് 107 106 പോകുന്നത്. കാരണം കുറച്ച് മുന്നേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ ക്രൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ക്രൂസ് മോഡിൽ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇച്ചിരി കൂടിപ്പോയി. അപ്പൊ അത് അലേർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ തിരിച്ച് പഴയ പോലെ എത്തി. ഇതെന്താ സംഭവം എന്നറിയോ? ഇതാണ് കുതിരേനെ കൊണ്ടുപോകുന്ന സാധനം. അപ്പോൾ ആദ്യം കാണിച്ചതിനകത്ത് കുതിരയില്ലായിരുന്നു, പിന്നെ കണ്ടതിനകത്ത് കണ്ടോ ഇതിനകത്ത് കുതിരയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കുതിരേനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ പട്ടിയാണേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും കോഫി ഉറങ്ങിയെന്ന് നോക്കി അവൻ സെറ്റിലായി. ഉറങ്ങിയിട്ടില്ല, പക്ഷെ അത് സെറ്റിലായി. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് വേറെ ഒരു സാധനമാണ്. നേരത്തെ കാണിച്ചതാണ് ക്യാരവൻ. അപ്പോൾ ക്യാരവൻ്റെ പുറകിൽ സൈക്കിളൊക്കെ വെച്ചിട്ട് ആൾക്കാർ പോവുകയാണ്. എല്ലാം ലോങ് വീക്കെൻഡിൻ്റെ ഭാഗമാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ കയറി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ അടുത്ത ഒരു ബ്രേക്കും കൂടെ എടുത്തു. വിശക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവീസ് സെൻറ്ററിൽ നിർത്തിയതാണ്. എന്നിട്ട് ഞാൻ ഇവനെ ഒന്ന് ജസ്റ്റ് നടത്തിക്കും കോഫീനെ. അശ്വിനപ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരും, എന്നിട്ട് നമുക്ക് കഴിക്കാം. കോഫി നടക്കാം. ഹായ് ഹായ്, നിന്റെ ലീഷ് എന്തേ? നിനക്ക് ഇറങ്ങല്ലേ കേട്ടോ. ആ ലീഷോടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കോഫിയെ നടത്തുകയാണ്. അശ്വിൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയിരിക്കുക. അപ്പോൾ ഞാൻ നമ്പൂക്ക ഹെഡ്സിൻ്റെ സെർവോ കാണിച്ചു തരാവേ. നമ്മൾ യൂഷ്വലി ഇവിടെ നിർത്താറുണ്ട്. ബ്രിസ്ബനിലോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒത്തിരി പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള വലിയൊരു പെട്രോൾ പമ്പാണ്. പിന്നെ അകത്താണെങ്കിലും കുറേ ഈട്രീസ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ മെഗ്ഡി ഉണ്ട്, പിന്നെ വേറെ കുറേ ഇതുണ്ട്. പിന്നെ ഇവിടെ കുറേ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, സീറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് ഇന്നത്തെ പെട്രോൾ ഡീസലിൻ്റെ വില. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ 175.9 എന്ന് വെച്ച് കഴിഞ്ഞാൽ $175 ആണ്. പിന്നെ അൾട്ടിമേറ്റ് 98 പെട്രോളിനാണെങ്കിൽ $199 ആണ്, ഓൾമോസ്റ്റ് 200. പിന്നെ ഡീസലിന് $192, അൾട്ടിമേറ്റ് ഡീസലിന് $195. അപ്പോൾ ഇതെന്ത് ഇത്രയും കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇത് 100 ലിറ്ററിൻ്റെ കണക്കാണ് ഇവിടെ എഴുതാറ്. നോക്കി അവിടെ ഒരു വണ്ടി ഉണ്ടോ, കാറ് ഉണ്ടോ? അത് കൊള്ളാലോ. അപ്പോൾ ഇത് 100 ലിറ്ററിൻ്റെ കണക്കാണ് ഇവിടെ എഴുതാറ്, അല്ലാണ്ട് 1 ലിറ്ററിൻ്റെ വിലയല്ല. നമ്മുടെ നാട്ടിൽ 1 ലിറ്ററിൻ്റെ അല്ലേ എഴുതുക, ഇവിടെ 100 ലിറ്ററിൻ്റെ ആണ് ഇത്. അപ്പോൾ 1 ലിറ്റർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൾട്ടിമേറ്റ് 98 എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. അപ്പോൾ 1 ലിറ്റർ പെട്രോളിന് ഒരു $1.9 അങ്ങനെയാണ്. കുറേ വിൻറ്റേജ് കാറുകൾ കാണുന്നുണ്ടല്ലോ, നല്ല രസമുള്ള. പോയി കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അശ്വിൻ വന്നു. അശ്വിൻ വരുമ്പോഴത്തേനും ഇവനിങ്ങനെ അവന്റെ ഫുഡ് എടുക്കുക. അശ്വിൻ വരുമ്പോഴത്തേനും ഇവനിങ്ങനെ 100 വർഷം കഴിഞ്ഞിട്ട് കാണുന്ന പോലെയാ. കഴിക്കാം. കോഫി ഉള്ളതുകൊണ്ട് നമുക്ക് അകത്തിരിക്കാൻ പറ്റില്ല, നമ്മൾ പുറത്തിരിക്കാന്ന് വെച്ചു. പുറത്ത് നോക്കുമ്പോൾ ഇവിടെയൊക്കെ വെയിലാ. അപ്പൊ ഇവിടെ എങ്ങാനും ഇരിക്കാം, വെയിലില്ലാത്തടത്ത്. ഞാൻ കോഫിയുടെ ഫുഡ് എടുത്തോണ്ട് വരാം. പിടിച്ചോ, എന്നെ പിടിച്ചോ. കോഫിയുടെ ഫുഡ് എടുത്തു. നമ്മൾ കഴിക്കുമ്പോൾ ഇനി അവനും കൂടെ കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പറഞ്ഞില്ലേ, എല്ലാം 100 ലിറ്ററിൻ്റെ 100 ലിറ്ററിൻ്റെ വിലയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ മൈലേജും ഡിഫറെൻ്റ് ആണ്. മൈലേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപ്പോൾ 20 മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 കിലോമീറ്റർ 1 ലിറ്റർ കൊണ്ട് ഓടും എന്നല്ലേ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിറ്റേഴ്സ് പെർ 100 കിലോമീറ്റേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലിറ്റർ വേണം 100 കിലോമീറ്റർ ഓടാൻ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് പറയുക ഇപ്പോൾ 5, 6 എന്നൊക്കെയാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ കണക്ക് വെച്ചിട്ട് അയ്യോ അത്രയും കുറവാണോ എന്ന്. പക്ഷെ അല്ല, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടും എന്നാണ്. അപ്പം നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 അല്ലെങ്കിൽ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ കൊണ്ട് 21 കിലോമീറ്റർ ഓടും, അങ്ങനെയല്ലേ. ഇവിടെ നേരെ തിരിച്ച്. അപ്പം അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. അതാണ് ഇവിടെ എല്ലാം 100 ലിറ്ററിൻ്റെ കണക്കുകളാണ് എല്ലാം. കോഫി കഴിക്കുക. കഴിച്ചു കഴിഞ്ഞോ? ഹായ്, ഗുഡ് ബൈ. ഇനി വേണോ? ഇനി ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം കേട്ടോ. കോഫി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ കഴിച്ച് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എത്ര നേരം വല എടുക്കുന്നു ഒന്ന് കഴിക്കാൻ, അല്ലേ കോഫി? എന്താ നോക്കുന്നേ? നീ എന്തേലും ഇവിടെ നിന്റെ എന്തേലും കളഞ്ഞു പോയോ അവിടെ? എന്നിട്ട് നോട്ടം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അവൻ്റെ 2 പവൻ കമ്മൽ ഇവിടെ പോയിന്ന്. ഈ പൂ കണ്ടോ? ഈ പൂ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു റെഡ് ഇല്ലേ, തേൻ കുടിക്കുന്നതൊക്കെ ആയിട്ടുള്ള അതിൻ്റെ യെല്ലോ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളിതാ ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം നമുക്കിനിയും യാത്ര തുടരാം.
നമ്മൾ എത്താറായി. നമ്മുടെ എയർബിഎൻബിയിൽ ഒരു 13 മിനിറ്റിലെത്തും. ഇപ്പൊ നമ്മള് കോഫ് സാബർ എത്തി. കോഫ് സാബർ നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ഏറ്റവും വലിയ ടൗൺ ആണ്. കോഫ് സാബർ കുറച്ച് ഫേമസ് ആണ്. അപ്പൊ കോഫ് സാബറിന്റെ അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഒരു 13 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും. ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ നല്ല ഹൈറ്റിലാണ്. കാരണം ഇവിടെ ഇപ്പൊ എത്താറായിട്ടോ ഒരു 8 മിനിറ്റിലെത്തും. നല്ല ഇങ്ങനെ കയറ്റത്തോട്ടാണ് ഈർപ്പൊക്കൊണ്ടിരിക്കുന്നത്. നോക്കി ഒരു മലയുടെ മുകളിലെത്തി. നമ്മളപ്പോൾ പ്രോപ്പർട്ടിയിലെത്തി. അപ്പോൾ ഇവിടെ കീ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, കീയുടെ കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചിട്ട് ഇതിനകത്ത് കീ ഉണ്ട്. അപ്പോൾ കീ എടുക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ആളില്ലാണ്ടുള്ള ചെക്കിൻസൊക്കെ. അപ്പോൾ അതാ നമ്മൾ തുറന്നു. അതാ കീ കിട്ടി. നമുക്ക് പ്രോപ്പർട്ടി കയറാം. പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു വലിയൊരു ഗേറ്റഡ് അല്ലല്ലേ, ഫെൻസ്ഡ് അല്ല, പക്ഷെ ഒരു കുന്നിന്റെ മുകളിലാണേ. ഇതാണ് ഇതിന്റെ വ്യൂ. അടിപൊളി വ്യൂ ആണ്. കീ കിട്ടി നമുക്ക്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതിലാണെന്ന് തോന്നുന്നു. ഇവിടെ തുറന്നു വിട്ടു വേണമെങ്കിൽ. വ്യൂ അല്ലേ? ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ബ്യൂട്ടിഫുൾ വ്യൂ ആണല്ലോ. അപ്പൊ നമ്മള് പ്രോപ്പർട്ടി കയറി. ഇപ്പൊ കയറുമ്പോ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് പുറത്തേക്കൊരു ഡോറുണ്ട്, പക്ഷെ ഫെൻസ്ഡ് അല്ല. ഇത് പുറത്ത് നമ്മൾ കയറി വന്ന വഴിയാ. ഫെൻസ്ഡ് അല്ല. ഇത് നോക്കി, നല്ല രസമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കോഫിക്ക് ഭയങ്കര സന്തോഷം. കോഫി കൂടി കിടക്കാൻ വീടായി. പിന്നെ കിച്ചൺ ഉണ്ട്. ഇത് പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നോണ്ട് ഇവിടുന്ന് ലോക്ക്ഡാ, ഒരു കുഴപ്പമില്ല. പിന്നെ കിച്ചൺ ഉണ്ട്. ഇപ്പൊ സാധാരണ എയർബിഎൻബിയിൽ മിക്ക സാധനങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു കോഫി മെഷീൻ ഉണ്ട്, കെറ്റിലുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. കുക്ക് ചെയ്യാൻ നമുക്ക്. പിന്നെ മിക്ക ഇതുണ്ട്. നല്ല കിച്ചൺ, നല്ല ബെഞ്ച് ടോപ്പ് കേട്ടോ. ഇങ്ങനത്തെ അടുത്തോട്ട് വന്നതിന് ശേഷം ഇപ്പൊ കട്ട്ലറീസ് കാര്യങ്ങളുണ്ട്. പ്ലേറ്റ്സ് ബോൾസ് ഒക്കെ ഉണ്ടാവും. ബോൾസ് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്, ഒരു കൗച്ച് ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. നല്ല കൗച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. വലിയ ടി വി ഉണ്ടോ? വലിയൊരു ടി വി ഉണ്ട്. ഈ ഭാഗം നല്ല രസമുണ്ട്. കോഫി ഇത് നമുക്ക് പിന്നെ കാണിക്കാം, അല്ലെങ്കിൽ കോഫീനെ ഫിനിഷ് ചെയ്യേണ്ടത് ഇതിലെന്ന് കാണിച്ചു. ഇത് കുറച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പുറത്തോട്ട് ഇങ്ങനെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് മുകളിലാകുന്ന ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ. കോഫി കൊടുക്കുന്നത് ഇവിടുന്ന് ഇതാണ് തോന്നുന്നു മാസ്റ്റർ ബെഡ് എന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് തോന്നുന്നു മാസ്റ്റർ ബെഡ്. ഒരാൾക്ക് ഇവിടെ കിടക്കാം. കോഫി ഇറങ്ങിക്കണം. നല്ല എല്ലാ ബെഡിനും ഓൾറെഡി കയറി. കോഫി ഇറങ്ങണം. എല്ലായിടത്തും മഞ്ഞ് ചെയ്യും കേട്ടോ. ബാക്കി ബെഡ്റൂംസ് ഇവിടെ താഴോട്ടായിരുന്നു. ഇതാണ് മാസ്റ്റർ ബെഡ്. അടിപൊളി വ്യൂ ആണ്. ബസാട്ടോ
ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ വാഷുണ്ട്, വാഷ്റൂം ഉണ്ട്, കുളിക്കാം. ഇവിടെ ഷവർ ഏരിയ ഉണ്ടോ. ഇവിടുന്ന് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, നല്ലൊരു ബെഡ്റൂം, അടിപൊളി ബെഡ്റൂമാണ്. പിന്നെ ഈ റൈറ്റ് സൈഡിലും ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പം അങ്ങനെ 3 ബെഡ്റൂംസ് ആണേ. അതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ Airbnb. അപ്പോൾ ഇവരെത്തി, ഇവിടെ റോഷിത്തും ദീപ്തി എത്തി. അതാണ് കൊക്കോ. കോഫി അവിടെ കയറ് പൊട്ടിക്കുകയാണ്. കൊക്കോ കൊക്കോ അവര് മൈൻഡ് ചെയ്തിട്ടില്ല. അതെന്താ ഹലോ, ഇപ്പൊ ദീപ്തിനെ മറിച്ചിടും. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവന്മാർക്ക് 2 പേർക്കും പരിചയമില്ലാത്ത സ്ഥലമായോണ്ടെന്നു ഒതുങ്ങി നിൽക്കുന്നത്. ഈ മോൾ ഭാഗം കാണണം, ഒരു രക്ഷയില്ല. കളിച്ചോ കളിച്ചോ. ഇതും ഉണ്ടല്ലേ, കൊറേ ഫ്ലവറിങ് ഇതും ഉണ്ടല്ലേ. അവിടെ ആപ്പിളാണ് കിടക്കുന്നത്. ഓ, your own risk. വഴിയുണ്ട്. And the owner is not liable for injuries. Okay. പാമ്പാണോ? എന്ത് രസാ. നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ. ഇത് ഭംഗിയാ നോക്ക്. ഇവിടെയൊക്കെ താഴെ വീണൊക്കെ കിടപ്പുണ്ട്, നല്ല പൂക്കള്. അതാരാ നോക്കി കോപ്പി? ആദ്യമായിട്ടാണ് ഇവ പുട്ടും ഉപേക്ഷിച്ച് വന്നേക്കുന്നത്. ഹലോ ഹലോ. ചിക്കൻ തുടങ്ങി കഴിഞ്ഞാൽ കാലിലെ കൂടെ മാന്തി വരും. നിന്നെ മോളിന്ന് വല്ല ആദിവാസികൾ വന്ന് പിടിച്ചോണ്ട് പോകട്ടോ. സുന്ദരകില്ലാടി കണ്ടിട്ടില്ലേ? അതിനകത്ത് മോളിന്ന് മലയെന്നങ്ങാണ്ട് ആൾക്കാർ വന്നിട്ട് സുമങ്കരിനെ പിടിച്ചോണ്ട് പോയില്ലേ? നല്ല റെഡ് ബെല്ലിയൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. ഇത് ദീപ്തി എല്ലാവർക്കും കൊണ്ടു തന്നതാ. എന്തൊക്കെയത്? അമേരിക്കനെ പഠിച്ചത്. ഇതൊക്കെ എവിടെ നിന്ന്? അപ്പൊ അതൊക്കെയാണ് നമ്മളെ അവിടുന്ന് സിഡ്നിയിൽ നിന്ന് നമ്മൾ ഇവിടം വരെ വന്ന് ഈ Airbnb വന്നിട്ടുള്ള വിശേഷങ്ങൾ. അപ്പം ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.